പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യമായി നമ്മൾ സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഗുഡ് വില്ലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അതായത് ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും റിസർവ്, ബാലൻസ് ഷീറ്റിൽ ഒന്നെങ്കിൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലാഭം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ആർക്ക് കൂടി അവകാശപ്പെട്ടതാണ്? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, ആണല്ലോ. സോ എന്ത് ചെയ്യണം? അങ്ങനെ ബാലൻസ് ഷീറ്റിൽ ഇതുവരെ വിതരണം ചെയ്യാത്ത റിസർവോ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ അത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എന്താണ്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് എവിടെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ രണ്ട് കേസാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഈ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കുന്നുകൂടി കിടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ എന്താ വെച്ചാൽ നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യും? നമ്മൾ ലാഭത്തിലേക്ക് ഓരോ എമൗണ്ട് മാറ്റി വയ്ക്കുന്നു. ഓരോ വർഷവും ലാഭത്തിലേക്ക് ഓരോ എമൗണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ എമൗണ്ട് മാറ്റി വെച്ച് അങ്ങനെ കുന്നുകൂടിയിട്ട് കുറേ എമൗണ്ട് ഉണ്ടാവും. നമ്മളത് റിസർവ് എന്ന പേരിലോ അല്ലെങ്കിൽ പല ഫണ്ടുകളായിട്ട് നമ്മളിത് മാറ്റി വയ്ക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എന്ത് കാണാം? ജനറൽ റിസർവ് എന്ന് കാണാം, അല്ലെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണാം. ഇതിൽ ഏതുമാവാം നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതൊരു ഐറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലാഭമുണ്ടെങ്കിൽ അത് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ്, അല്ലേ? അപ്പോൾ പാർട്ട്നേഴ്സിനാണ് ലാഭമുള്ളത്. ഈ ലാഭത്തിൽ നിന്നും മാറ്റി വയ്ക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മറ്റ് കോമ്പൻസേഷൻ ഫണ്ടുകൾ. ഇതൊക്കെ എന്താണ്? ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്, അതായത് പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ ആ എമൗണ്ടിൽ ഒരു ഭാഗം ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്? റിട്ടയർ ചെയ്യുന്ന ആ പാർട്ട്ണർ കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ എമൗണ്ട്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ആ എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണൽ എൻട്രി ആണ് ഇവിടെ കാണിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? എന്തെല്ലാമാണോ അങ്ങനെയുള്ള പ്രോഫിറ്റ് ഉള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ഉള്ളത്, ഈ പ്രോഫിറ്റായുള്ള ഈ ഐറ്റംസും എവിടെ ഉണ്ടാവാം? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ. നിങ്ങൾക്കറിയാം, ലാബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഐറ്റംസ് എല്ലാം, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കോമ്പൻസേഷൻ ഫണ്ട്, ഇതൊക്കെ എവിടെ ഉണ്ടാവുക? ലയബിലിറ്റി സൈഡിൽ. ഇവിടെയാണ് റിസർവ് ഉണ്ടാവുക, ഇവിടെയാണ് കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ലാഭമുള്ള കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ പ്രോഫിറ്റ് ഐറ്റംസ് എല്ലാം എവിടെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റ്, റിസർവ്, കോമ്പൻസേഷൻ ഫണ്ട്, അതായത് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഫണ്ടുകളെല്ലാം വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഇങ്ങനെ ഫണ്ട് എന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കുക? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ. എവിടെ കാണാൻ പറ്റുക? ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസിനെല്ലാം നമ്മൾ എന്ത് ബാലൻസ് ആണ് എന്നാണ് പറയുക? ക്രെഡിറ്റ് ബാലൻസ്. എന്താണ് പറയുക? ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിനെല്ലാം എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അസറ്റ് സൈഡിലുള്ളവയ്ക്കെല്ലാം എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റും ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കൺസെപ്റ്റ് ഇതാണ്, അക്കൗണ്ടിങ്ങിൽ
ഡെബിറ്റിലുള്ള ഒരു ഐറ്റത്തെ നമ്മൾ ഇല്ലാതെയാക്കാം, നമ്മൾ എന്താ ചെയ്യുക, അതേ ഐറ്റം ക്രെഡിറ്റ് ചെയ്താൽ മതി ആണല്ലോ. അതേപോലെ ക്രെഡിറ്റ് സൈഡിലുള്ള ഒരു ഐറ്റം ഇല്ലാതെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഡെബിറ്റും ചെയ്യുക. അതാണ് ഇവിടെ കാണുന്നത്. ഈ ലാബിലിറ്റി ഐറ്റംസ് എല്ലാം ഏത് സൈനാണ് ഉണ്ടാവുക, ഏത് സൈഡിലാണ് ഉണ്ടാവുക, ഏത് സൈഡിലാണ് ഉണ്ടാവുക, ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ക്രെഡിറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെ കാണിക്കുക, ഡെബിറ്റിൽ. ഇപ്പോൾ നോക്ക് നിങ്ങൾ, ജനറൽ റിസർവ് ഡെബിറ്റ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഡെബിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഡെബിറ്റ്. അപ്പോൾ അവിടെ കണ്ട ഐറ്റം, ഇവിടെ ലാബിലിറ്റി സൈഡിൽ കണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ എമൗണ്ട് ഒക്കെ ആർക്കുള്ളതാണ്, പാർട്ട്നേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ആ പാർട്ട്നേഴ്സിനെല്ലാം എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അത് കാരണം ഇൻഡിവിജ്വലി ഏത് അനുപാതത്തിലാണ്, ഓൾഡ് റേഷ്യോയിൽ. അപ്പോൾ ലാഭം ഉണ്ടെങ്കിൽ എന്തെല്ലാം ലാഭങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾ പാർട്ട്നേഴ്സ് മീൻ ABC 3 ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, A's ക്യാപിറ്റൽ, B's ക്യാപിറ്റൽ, C's ക്യാപിറ്റൽ. ഇതാണ് ചെയ്യുന്ന രീതി എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഇതാണ് പ്രോഫിറ്റിൻ്റെ കേസിലെ ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് തയ്യാറാക്കിയത് എന്നുണ്ടെങ്കിൽ, എന്താണ്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഐറ്റം എവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ ഐറ്റം എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക, ഓക്കെ, ക്യാപിറ്റൽ സൈഡിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ക്രെഡിറ്റ് സൈഡിലാണ് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കോമ്പൻസേഷൻ ഫണ്ടുകൾ, ഇതൊക്കെ എവിടെ കാണുക, ക്രെഡിറ്റ് സൈഡിലാണ് കാണുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് അതിൻ്റെ ജേണൽ എൻട്രി ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ജേണൽ എൻട്രി ആണ്. ഇതിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് കാണിക്കുമ്പോൾ ഇത് എവിടെ ഉണ്ടാവുക, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ഉണ്ടാവുക, ക്രെഡിറ്റ് സൈഡിൽ. എവിടെ ഉണ്ടാവുക, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി മനസ്സിലാക്കി, അതുപോലെ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയാണ് കാണിക്കുക എന്ന് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോകാം. അക്യുമുലേറ്റഡ് ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് മുതലായ കാര്യങ്ങൾ, പ്രോഫിറ്റ് അതുപോലെ ജനറൽ റിസർവ്, ഇതൊക്കെ എവിടെ ഉണ്ടാവുക, ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നഷ്ടങ്ങൾ അതെവിടെ ഉണ്ടാവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നഷ്ടം എവിടെ ഉണ്ടാവുക, നമ്മുടെ അസറ്റ് സൈഡിലാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞു അസറ്റ് സൈഡിലുള്ളവയ്ക്കെല്ലാം എന്ത് ബാലൻസ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. അസറ്റ് സൈഡിലുള്ളവയ്ക്കെല്ലാം എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ത് ബാലൻസ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നുണ്ടാവുക. എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡെബിറ്റിലുള്ള ഒരു ഐറ്റം ഇല്ലാതെയാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ജേണൽ എൻട്രിയിൽ, അക്യുമുലേറ്റഡ് ലോസിൻ്റെ ജേണൽ എൻട്രിയിൽ നിങ്ങൾ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഈ 2 ഐറ്റം എന്താണ്, നമുക്ക് നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ്. കാരണം നഷ്ടങ്ങൾക്ക് എന്ത് ബാലൻസ് ഉണ്ടാകുന്ന പറഞ്ഞത്, ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ആ അക്കൗണ്ടുകൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റിൽ ആരുടെ പേരാണ് കൊടുക്കുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും സിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ, 3 പേര് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ക്രെഡിറ്റിൽ ആരെ കൊടുക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറോ ഏതാണോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് അത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ക്യാപിറ്റൽ അക്കൗണ്ട്, കാരണം നമ്മൾ ഈ ഒരു കേസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക, നമ്മുടെ ജനറൽ റിസർവ്, അതുപോലെ പ്രോഫിറ്റ് മുതലായവ ഉണ്ടാവുക. ക്ലിയർ. എന്നാൽ ലോസ് എവിടെ ഉണ്ടാവുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്, ഓർത്ത് വയ്ക്കാം.
ഇപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് അതിൻ്റെ ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി ആണ് ഇവിടെ പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് അക്കൗണ്ടിൽ എവിടെ എടുക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ലോസ് കാണിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എന്ത് കാണുക? ലോസ് കാണുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് കാണുക? ജനറൽ റിസർവ്. JR എന്ന് പറഞ്ഞാൽ ജനറൽ റിസർവ് എന്നാണ്. അതുപോലെ പ്രോഫിറ്റ്, ഇതൊക്കെ എവിടെ കാണുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നെന്താണ്? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, അക്യുമുലേറ്റഡ് ലോസ് വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഗെയിനിങ് റേഷ്യോ മനസ്സിലാക്കി, ന്യൂ റേഷ്യോ മനസ്സിലാക്കി, ഗുഡ് വിൽ മനസ്സിലാക്കി, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് മനസ്സിലാക്കി. ദെൻ അടുത്താണ് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് ഓൾറെഡി നമ്മൾ അഡ്മിഷനിൽ ചെയ്ത് പഠിച്ച അതേ രൂപത്തിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. റിവാലുവേഷന് അഡ്മിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിൽ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ നമ്മൾ എന്താണോ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അത് തന്നെയാണെന്ത് നിങ്ങളുടെ ഇവിടെയും കേസിൽ പറയുന്നത്. അതെന്താണ്? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ലഭിക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിൽ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. റിവാലുവേഷൻ അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പേര് കൂടി വിളിക്കാം. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പേര് കൂടി വിളിക്കാമെന്നും കൂടി മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ കേസ് ചോദ്യ പേപ്പറിൽ കാണുവാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക എന്നാണ്. എന്താണത്? റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്നാലും നോക്കാം. നമ്മൾ പഠിച്ചതാണ്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് അല്ലേ? അസറ്റ് കൂടിയാൽ ഇത് ശരിക്കും എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് ശരിക്കും ഏതുപോലെയാണെന്ന് പറയുക? ഇതൊരു നോമിനൽ അക്കൗണ്ട് പോലെയാണ്. ഏതുപോലെയാണെന്ന് പറയാം? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് പോലെയാണ്. നോമിനൽ അക്കൗണ്ട് എന്താ പ്രത്യേകത? ഡെബിറ്റിൽ എന്തായിരിക്കും കാണിക്കുന്നത്? ലോസ്, നഷ്ടങ്ങളായിരിക്കും. ക്രെഡിറ്റിൽ എന്താ കാണിക്കുക? പ്രോഫിറ്റ്, നേട്ടങ്ങളായിരിക്കും. ഇതാണ് പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അസറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ലാഭമാണ് ആണല്ലോ അല്ലേ? അസറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലാഭമാണ്. ലാബിലിറ്റി കുറയാന്ന് പറഞ്ഞാലോ? 10,000 കൊടുക്കാനുണ്ട്, അതിപ്പോൾ എന്താണ്? കണക്കൂട്ടി വെക്കുമ്പോൾ 50,000 ഉള്ളൂ, 1000 റുപ്യ കൊടുക്കണ്ട. അപ്പോൾ അതും എന്താണ്? നമുക്ക് ലാഭമാണ്. ദെൻ അൺറെക്കോർഡ് അസറ്റ്, ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തൊരു അസറ്റാണ്. അങ്ങനെ ഒരു അസറ്റ് ഇതുവരെ പുസ്തകത്തിലില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു അസറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ലാഭമാണ്. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഇനി അസറ്റ് കുറയാന്ന് പറഞ്ഞാലോ? നമുക്ക് ഒറ്റൊരു കാര്യം മതി. ക്യാഷ് കുറയാന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കുറവ് വരുന്നുണ്ട് അവിടെ അല്ലേ? കുറവ് വരുന്നുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ്? അതൊരു നഷ്ടമാണ്. നമുക്കറിയാം ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് നഷ്ടമാണ് ആണല്ലോ. യെസ്. അതുപോലെ ലയബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതൊരു നഷ്ടമാണ് ആണല്ലോ. ലയബിലിറ്റി കൂടുമ്പോൾ നമുക്ക് എന്താണ്? അത് നഷ്ടമാണ്. ദെൻ അൺറെക്കോർഡ് ലയബിലിറ്റി, ഇതുവരെ ഒരു ലയബിലിറ്റി നമ്മൾ ബുക്കിൽ എഴുതിയിട്ടില്ല, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതും എന്താണ്? നമുക്കതൊരു നഷ്ടമാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എല്ലാ എക്സ്പെൻസുകളും നഷ്ടങ്ങളും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എല്ലാ ലാഭങ്ങളും നേട്ടങ്ങളും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അഡ്മിഷൻ ചാപ്റ്ററിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങളോട് എന്ത് പറയും? ഇതിൻ്റെ ഒരു ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയും. എന്ത് പറയും? ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ലാഭം എവിടെയാണ്? ക്രെഡിറ്റ്. നഷ്ടം എവിടെയാണ്? ഡെബിറ്റ്. ഓക്കെ, അപ്പോൾ അസറ്റ് കൂടുകയാണെങ്കിൽ എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ ജേണൽ എൻട്രി, സപ്പോസ് ജേണൽ എൻട്രി എഴുതാൻ പറയുവാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ജേണൽ എൻട്രി എന്താണ്? നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രി സിമ്പിളാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയാണ്. റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട്.
റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ നമുക്ക് ഇപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കൂടി, ലാൻഡ് നമുക്കറിയാലോ കൂടുന്നതാണ്. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കൂടി എത്രയാണ്? 10,000 രൂപ കൂടി. ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെ എഴുതുമെന്നുള്ളത്, ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, എങ്ങനെ നോക്കാം? നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ജേണൽ എൻട്രി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ജേണൽ എൻട്രി ആണോ, റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ജേണൽ എൻട്രി ആണോ അതിൻ്റെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഉറപ്പായിട്ടും ആരുണ്ടാവും? റിവാലുവേഷൻ. എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ജേണൽ എൻട്രി ആണോ അതിൻ്റെ ആ ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഉറപ്പായിട്ടും ആരുണ്ടാവും? റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനി നോക്കുക, ഇതിൽ ലാൻഡ് കാണിക്കുന്നത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് ആണ് അല്ലേ? ഇവിടെ കാണിക്കുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, അക്കൗണ്ടിൽ, റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണോ ഐറ്റം, നമ്മൾ എവിടെ കാണിക്കുക? അത് ഡെബിറ്റിലാണ് കാണിക്കുക. എവിടെ കാണിക്കുക? ഡെബിറ്റിൽ. അപ്പോൾ ഇതെന്താണ്? ഡെബിറ്റിൽ ആളെ കിട്ടി. അപ്പോൾ ക്രെഡിറ്റിൽ ആരെ കൊടുക്കുക? ഞാൻ പറഞ്ഞു ഡെബിറ്റ് തീരുമാനമായാൽ ക്രെഡിറ്റിൽ പിന്നെ ആരേ ഉണ്ടാവുള്ളൂ? റീവാലുവേഷൻ. ഇനി ഇവിടെ നമ്മൾ കാണിക്കുന്നു സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു സ്റ്റോക്ക് എന്നുള്ളത്. സ്റ്റോക്ക് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റിൽ ഐറ്റംസ് ആണോ നമ്മുടെ ജേണൽ എൻട്രിയിൽ എവിടെ വരും? ക്രെഡിറ്റിൽ. അപ്പോൾ എന്ത് വരും? ടു സ്റ്റോക്ക് എന്ന് വരും. അപ്പോൾ ഡെബിറ്റിൽ ആരാ വരിക? ഡെബിറ്റിൽ റീവാലുവേഷൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായി നമ്മൾ പറയുന്നത് ഡെബിറ്റിൽ വന്ന കാര്യങ്ങളൊക്കെ എവിടെ വരും? ജേണൽ എൻട്രിയിൽ എവിടെ വരും? ക്രെഡിറ്റിൽ വരും അല്ലേ? ഈ ഐറ്റംസിൻ്റെ പേരൊക്കെ എവിടെ വരും? ക്രെഡിറ്റിക്ക് വരും. അപ്പോൾ ക്രെഡിറ്റിൽ ആൾ ഫില്ലായി. അപ്പോൾ എവിടെയാണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്? ഡെബിറ്റിൽ. അപ്പോൾ ഡെബിറ്റിൽ ആരുടെ പേര് കൊടുക്കുക? റീവാലുവേഷൻ. ഓക്കെ. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ജേണൽ എൻട്രി വരുമ്പോൾ എവിടെ എത്തും? ഡെബിറ്റിക്കാവും. എവിടെ ഉണ്ടാവും? ഡെബിറ്റിലാവും. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഏതാ ബാക്കിയുള്ളത്? ക്രെഡിറ്റിലില്ല. ക്രെഡിറ്റിൽ എന്താണ്? റീവാലുവേഷൻ ആണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ആദ്യം ജേണൽ എൻട്രി അല്ലേ പിന്നെയല്ലേ നമുക്ക് ലെഡ്ജർ എന്നുള്ളത്. ശരിയാണ്, ആദ്യം ജേണൽ പിന്നെ ലെഡ്ജറാണ്. ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ആ മനസ്സിലേക്ക് കാര്യങ്ങളെ നമ്മൾ ഒന്നും പാടെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. കണക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ റിവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ ലോസ് ഉണ്ടായാൽ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ അഡ്മിഷൻ സമയത്ത് നമ്മൾ പരിചയപ്പെട്ടതാണ്. പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യണം, ലോസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ. പ്രോഫിറ്റ് ഉണ്ടായാൽ നമുക്കറിയാം, എപ്പോഴും ശ്രദ്ധിക്കുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്താണ്? അവർക്ക് ലഭിക്കേണ്ടതാണ്. സോ അതുകൊണ്ട് എന്താണ്, റിവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ക്ലിയർ? ഇനി റിവാലുവേഷൻ ലോസ് ആണെങ്കിലോ, ലോസ് ആകുമ്പോൾ എന്താ വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യുക. എന്താ ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? പ്രോഫിറ്റും ലോസും വരുന്ന കേസാണിത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മുടെ അഡ്മിഷൻ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റിവാലുവേഷൻ അക്കൗണ്ടിൽ അഡ്മിഷനിലും റിട്ടയർമെൻറ്റിലും ഒരു വ്യത്യാസമില്ല. പഠിച്ച കാര്യം അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ പഠിച്ചത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ ഉണ്ടായാൽ അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയാണ് കാണിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കി അല്ലേ. ജേർണൽ എൻട്രിയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ലോസ് എവിടെയാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലേ. അത് നമുക്കറിയാം. മറ്റൊരെണ്ണം നമ്മളെന്ത് പറഞ്ഞു? ജനറൽ റിസർവോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു അക്യുമുലേറ്റഡ് ഫണ്ട്. ഓക്കെ, അതായത്
ജനറൽ റിസർവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്യുമുലേറ്റഡ് ഫണ്ട് അതുണ്ടെങ്കിലും അതും എവിടെ വരിക? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. എവിടെയാണ് വരിക? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക എന്ന് പറഞ്ഞു. ഓക്കെ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മറ്റൊന്ന് എന്താ പറഞ്ഞത് നമ്മൾ? റീവാലുവേഷൻ അക്കൗണ്ട്. അതെന്തായിരുന്നു? അഡ്മിഷൻ സമയത്ത് എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചത് റീവാലുവേഷൻ അക്കൗണ്ടിൽ, അതേ സിസ്റ്റം തന്നെയാണ്, ഒരു മാറ്റവുമില്ല ആണല്ലോ. നമ്മുടെ അഡ്മിഷനിൽ റീവാലുവേഷൻ സെറ്റിങ്സുകൾ എന്തൊക്കെയാണോ അതിൻ്റെ ഫോർമാറ്റ്, അതിലടങ്ങിയിട്ടുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അതെല്ലാം അതേപോലെ തന്നെ, യാതൊരുവിധ മാറ്റവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്, പരിചയപ്പെടുന്നത്. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് റിസർവ് എന്നുള്ള എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, അതുപോലെ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ.